എന്നെങ്കിലും സൂര്യനൊന്ന് കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയോടെ രാവിലെ എണീറ്റ് സൺറൈസ് കാണാൻ പോവാണ്. ആ ഏരിയയിലുള്ള എല്ലാവരും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഇൻക്ലൂഡിങ് പുല്ല് മുട്ടായിക്കാരനടക്കം. ഞാനാണെങ്കിൽ ഫോണിൽ ടൈം ലാപ്സ് എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് സൺറൈസ് കാണാൻ. പക്ഷെ സൂര്യൻ പിന്നെയും ചതിച്ചു. ഭയങ്കര ക്ലൗഡി ആയിരുന്നു, അതുകൊണ്ട് ഏത് വഴിയാ സൂര്യൻ ഉദിച്ചെന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കുക, റെഡിയാവുക, പിന്നെ നേരെ വിവേകാനന്ദ പാറയിലേക്ക് പോവാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയി ടിക്കറ്റ് എടുത്തു. ബോട്ടിൽ കയറുന്നതിന് മുന്നേ ലേഡീസിനെയും ജെൻസിനും രണ്ട് ക്യൂ ആക്കുന്നുണ്ട്, എന്തിനാന്നും മനസ്സിലായില്ല. അവിടെ ഞങ്ങൾ ഹായ് പറയാണ്. അത് കഴിഞ്ഞ് ബോട്ടിൽ കയറി. പോകുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഒരാൾ പോലും എണീറ്റ് നിൽക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ വരുമ്പോൾ ഇതൊന്നും കണ്ടില്ല. അങ്ങനെ കടലിൽ കൂടെ പോയി ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് പുതിയതായിട്ട് ഉണ്ടാക്കിയ ഗ്ലാസ് ബ്രിഡ്ജ്, അതൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒരു കൊല്ലത്തേക്കുള്ള കാറ്റ് മുഴുവൻ ഞാൻ അവിടുന്ന് കൊണ്ട്, അത്രയും കാറ്റായിരുന്നു. പിന്നെ ഇതേ വ്യൂവിൽ തന്നെ ലഞ്ച് കഴിക്കാന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഓഷൻ. ഗീ റൈസും ചെട്ടിനാട് ഫിഷ് കറിയും വളരെ മോശം തീരുമാനമായിപ്പോയി, ഒട്ടും കൊള്ളില്ലായിരുന്നു. പിന്നെ ആ വിഷമം മാറിയത് വൈകുന്നേരം കൊത്തു പൊറോട്ട കഴിച്ചപ്പോഴാണ്. അത്യാവശ്യം സ്പൈസി ആയിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആ ഒരു വിശപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടി. അത് കഴിഞ്ഞ് ഇനിയുള്ള പരിപാടി സൺസെറ്റ് കാണാൻ പോകലാണ്. ഇന്ന് സൺസെറ്റ് കാണാൻ പോകുന്നത് വ്യൂ ടവർ എന്നാണ്. ഏത് ടവറിൽ കയറി നിന്നിട്ട് എന്താ കാര്യം, സൂര്യനെ കാണണ്ടേ. ഞങ്ങൾക്ക് എന്തോ സൂര്യശാപം കിട്ടിയ പോലെയാണ്, സൺറൈസും സൺസെറ്റും ഒന്നും കാണാൻ പറ്റിയില്ല. സംഭവം മഴ പെയ്യാൻ പോകുന്ന പോലത്തെ ഒരു ക്ലൈമറ്റാണ്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കുറച്ച് ആൾക്കൂട്ടം കണ്ടത് ഇവിടുന്ന് ഈ ഒരു സാധനം കഴിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇത് ട്രൈ ചെയ്തത്. നൊങ്ക് സർബത്ത് എന്ന പേര്, അതും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ സമയം ബീച്ചിലൂടെയൊക്കെ നടന്ന് ഞങ്ങളുടെ ഭാവിയും ഭൂതവും ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കുറേ സമയം. അപ്പം നാളെയെങ്കിലും സൺറൈസ് കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുവാണ്. അപ്പോൾ ഓക്കെ,